ന്യൂ ഇയറിൽ നമ്മളെല്ലാവരും കുറെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും. നമ്മളന്ന് നോക്കാൻ പോകുന്നത് പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ റെസൊല്യൂഷൻസ് എടുക്കാൻ നമുക്ക് നോക്കിയാലോ. റെസൊല്യൂഷൻ നമ്പർ 1, ടോക്ക് ടു യുവർ ചൈൽഡ് ഡെയിലി. ഡെയിലി ഒരു അരമണിക്കൂറേലും കുഞ്ഞുങ്ങളായിട്ട് എത്ര പേര് സംസാരിക്കുന്നുണ്ടാവും? വളരെ കുറച്ച് പേരായിരിക്കും അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു നമ്മളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ടൈമിൽ നമ്മൾ അവരെ ഫീഡ് ചെയ്യുമ്പോൾ, അവരെ കുളിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാട്ടുപാടി കൊടുക്കുക, സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ സ്പീച്ചിനെ ഡെവലപ്പ് ചെയ്യുന്നു. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വളരെയധികം ആവശ്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത്. റെസൊല്യൂഷൻ നമ്പർ 2, അലൗ യുവർ ചൈൽഡ് ടു പ്ലേ ഡെയിലി. എത്ര കുഞ്ഞുങ്ങള് വീട്ടിന് മുറ്റത്തൊക്കെ ഓടി ചാടി കളിക്കുന്നത് കാണാൻ പറ്റും? നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് മുറ്റം തന്നെ കാണാനില്ല അല്ലെ. അപ്പോ നമ്മൾ ഈ കുഞ്ഞുങ്ങള് ഓടുക, ചാടുക, കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മോട്ടോർ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ നമ്പർ 3, റെഡ്യൂസ്ഡ് സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം തന്നെ നമ്മളിൽ നിന്ന് തുടങ്ങാം അല്ലെ. നമ്മൾ വലിയ ആൾക്കാർ തന്നെ നമുക്ക് ഒരു റീൽ കണ്ട അടുത്ത റീലിലോട്ട് സ്ക്രോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടികളുടെ കാര്യം പിന്നെ പറയണം. അപ്പോൾ നമ്മൾ ആദ്യം സ്ക്രീൻ ടൈം കുറയ്ക്കുക. സ്ക്രീൻ ടൈം അധികമായി കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ സ്പീച്ച്, ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് സ്പീച്ച് ഡെവലപ്മെന്റ് വളരെ വൈകിയാണ്. അപ്പൊ അതിനുള്ള പ്രധാനമായിട്ടുള്ള പങ്കും സ്ക്രീൻ അധികം കൊടുക്കുന്നതാണ്. 4-മതായിട്ട്, പ്രൊട്ടക്ട് യുവർ ചൈൽഡ്സ് ഇമോഷണൽ സേഫ്റ്റി അഥവാ ഇമോഷണൽ സെക്യൂരിറ്റി. എന്താണ് ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത്? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ്, അതുപോലെ പഠിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് എന്നും ഡെയിലി വീട്ടിൽ എന്തെങ്കിലും വഴക്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ ആണെങ്കിൽ എന്ത് പറ്റുന്നു? അപ്പൊ കുഞ്ഞുങ്ങളെ ഇത് വളരെയധികം ബാധിക്കുന്നു. കൂടുതലായിട്ട് ഇപ്പൊ വീട്ടിൽ അമ്മയും അച്ഛനും അല്ലെ ഫാമിലിയിൽ ഉണ്ടാവുന്ന തർക്കങ്ങള്, വഴക്കുകള്, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ, പക്ഷെ അവരിതൊക്കെ ഫീൽ ചെയ്യുന്നു. ഈ ഫീൽ ചെയ്യുന്നത് അവർ ഫിയർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഫിയർ അവരിൽ വരുമ്പോൾ എന്ത് വരുന്നു? ആ പേടി കുഞ്ഞിന്റെ ബ്രെയിനിനെ ബാധിക്കും. ആ ബ്രെയിനിലെ സ്ട്രെസ് ഹോർമോണുകൾ ഉത്പാദിക്കുന്നത് കൂടുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ പിറകോട്ടാവുക, ഭയങ്കര ഇറിറ്റബിൾ ആവുക, ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, ഇതെല്ലാം ഇതുകൊണ്ട് ഉണ്ടാവുന്നു. റെസൊല്യൂഷൻ നമ്പർ 5, റെസ്പെക്ട് യുവർ ചൈൽഡ്സ് ഇൻഡിവിജ്വാലിറ്റി. ഞാൻ എല്ലാ പേരൻസിനോടും പറയുന്നതാണ്, എല്ലാ കുട്ടികളും യുണീക്ക് ആണ്, അവര് സ്പെഷ്യലാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് പഠനത്തിലായിരിക്കും മികവുണ്ടാവുക, വേറൊരു കുട്ടിക്കാണെങ്കിൽ വരയ്ക്കാനായിരിക്കും, വേറൊരു കുഞ്ഞിനാണെങ്കിൽ പ്രസംഗിക്കാനായിരിക്കും. അപ്പോൾ ഓരോ കുഞ്ഞിനുമുള്ള എബിലിറ്റീസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, അവനെ കണ്ടുപഠിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ 2 കുട്ടികളുള്ള വീടാണെങ്കിൽ ഇളയാളെ കണ്ടുപഠിക്കുക എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഈ കമ്പാരിസൺ വരുമ്പോൾ എന്ത് പറ്റുന്നു? കുഞ്ഞുങ്ങളിലെ ആ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നു. അവരുടെ കോൺഫിഡൻസ് പോകുന്നു. അത് എപ്പോഴും ഒരു നോ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും പിന്നീട് വളർന്നു വരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്. ഹാപ്പി പാരന്റിങ്. താങ്ക് യു.